തെരഞ്ഞെടുപ്പ് കാലമാണ്. ആരും വിചാരിക്കാത്ത കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഡൽഹിയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ബിജെപിയുടെ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയിടം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഗതിമാറ്റം. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കെജ്രിവാൾ സുപ്രീം കോടതി ഉത്തരവിലൂടെ പുറത്തിറങ്ങുകയായിരുന്നു. പുറത്തിറങ്ങിയ കെജ്രിവാൾ ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ പ്രചാരണത്തിന് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം പരകോടിയിലായി. എല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നനച്ചിരിക്കാത്ത ഒരു സംഭവം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഔദ്യോഗിക വസതിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ സ്വന്തം പാർട്ടിയിലെ MP, അതായത് ആം ആദ്മി പാർട്ടിയുടെ ഏക വനിതാ MP സ്വാതി മാലിവാൾ അവിടെ എത്തുകയാണ്. കെജ്രിവാളിന്റെ PA ഇപ്പോഴത്തെ വിവാദ പുരുഷൻ വിഭവ് കുമാറുമായി തർക്കമുണ്ടായി. പിന്നെ ഒരു പൊട്ടിത്തെറിയായിരുന്നു. ആദ്യ മണിക്കൂറിലൊന്നും ഈ സംഭവം അത്ര കണ്ട് വിവാദമായില്ല. പിന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ഉൾപ്പെടെ വിഷയം ഉന്നയിച്ചതോടെ ഇത് ആളിക്കത്തുകയായിരുന്നു. അന്ന് ഔദ്യോഗിക വസതിയിൽ ആ തർക്കമുണ്ടായപ്പോൾ സ്വാതി മാലിവാൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചെന്നും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോലീസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് സ്വാതി പരാതി നൽകിയിരുന്നില്ല. പോലീസ് കേസ് എടുത്തതുമില്ല. ആദ്യം സ്വാതിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. പിന്നെയും ട്വിസ്റ്റ്. സ്വാതി പോലീസിൽ പരാതി നൽകുന്നു, പോലീസ് കേസ് എടുക്കുന്നു. വിഭവ് കുമാർ സ്വാതിയുടെ മുഖത്തടിച്ചെന്നും പിന്നെ നെഞ്ചിലും വയറിലും മറ്റും മർദ്ദിച്ചെന്നും പോലീസ് FIR-ൽ പറയുന്നു. പിന്നെ സ്വാതിയെ തള്ളിപ്പറഞ്ഞ ആം ആദ്മി നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വരികയാണ്. പിന്നെ BJP ആണെന്ന് ഒന്നടങ്കം പ്രകടിപ്പിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു ആക്രമണം അവർ നേരിട്ടിട്ടില്ലെന്നും അതിന് തെളിവായ ചില വീഡിയോകളും അവർ പുറത്തുവിടുകയാണ്. മർദ്ദനമേറ്റ രീതിയിൽ ആ വീഡിയോയിൽ സ്വാതിയെ കാണുന്നില്ല എന്നതാണ് അവരുടെ വാദം. പിന്നീട് BJP ആണെന്നും BJPക്ക് വേണ്ടിയാണ് ഈ നാടകമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിച്ച് പറയുകയാണ്. ആം ആദ്മി പാർട്ടിക്കുള്ളിലും ഈ തർക്കം നേരത്തെ ഉള്ളതാണ്. കെജ്രിവാൾ അറസ്റ്റിലായ സമയം ആം ആദ്മി പാർട്ടി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് 10 രാജ്യസഭാ അംഗങ്ങളുണ്ട്. അതിലൊരാളാണ് സ്വാതി. സ്വാതി ഉൾപ്പെടെയുള്ള ചില രാജ്യസഭാ MP-മാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായില്ല എന്ന് അന്നേ ഉയർന്ന വിഷയമാണ്. പാർട്ടിക്കുള്ളിലും ഇത് വലിയ വിഷയമായി. ആ സമയം സഹോദരിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലായിരുന്നു എന്ന് സ്വാതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാതി മാത്രമല്ല, രാഘവ് ചന്ദവെ പോലുള്ളവരും അന്ന് പരസ്യമായി പ്രതിഷേധ കൂട്ടായ്മയിൽ കണ്ടിട്ടുമില്ല. അത് പാർട്ടിക്കുള്ളിൽ വലിയ കല്ലുകടിയായി മാറി. ആം ആദ്മി പാർട്ടി സ്വാതി ചെറിയ ആളല്ല. പാർട്ടിയുടെ തുടക്കകാലം മുതൽ കെജ്രിവാളിനൊപ്പമുണ്ട്. അതിനു മുമ്പ് ഹസാരി സമരത്തിലും സജീവമായിരുന്നു. 31-ാം വയസ്സിൽ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി. പിന്നെ രാജ്യസഭാ അംഗവും. കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത ആളാണ് വിഭവ്. മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാം. ഇപ്പോൾ കെജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി ഒരാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെ അകത്താവുകയാണ്. കെജ്രിവാളിനും പാർട്ടിക്കും വിഭവിനെ തള്ളിക്കളയാനാവില്ല. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യമുന്നയിക്കുമ്പോൾ കെജ്രിവാൾ മിണ്ടാത്തത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.